നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ചാലക്കുടി കൂടപ്പുഴയിൽ വാഹനാപകടം, വ്യാപാരി മരിച്ചു. എലിഞ്ഞിപ്ര ചെറപ്പണത്ത് വീട്ടിൽ ഫ്രാൻസിസ് ആണ് മരിച്ചത്. കൂടപ്പുഴയിൽ ബുധനാഴ്ച രാവിലെ 8:40ഓടെയായിരുന്നു അപകടം. ബസിനെ മറികടക്കുന്നതിനിടെ ഫ്രാൻസിസിന്റെ ബൈക്ക് മറ്റൊരു ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ചകളിൽ ഇനി സ്കൂളുകളിൽ ക്ലാസ് ഇല്ല. വിദ്യാഭ്യാസ വകുപ്പ് പുതിയ സർക്കുലർ ഇറക്കി. ഹൈക്കോടതി വിധി പ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് പുതിയ സർക്കുലർ പുറത്തിറക്കിയത്. അന്തിമ തീരുമാനം ഉണ്ടാവുന്നതുവരെ ശനിയാഴ്ചകളിൽ ക്ലാസ് ഉണ്ടാകില്ല. കടലിലകപ്പെട്ടൊഴുകിയ വള്ളവും തൊഴിലാളികളെയും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം ഹാർബറിൽ എത്തിച്ചു. മുനമ്പം ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ചൊവ്വാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ SLV ഇൻബോർഡ് വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. കൊടുങ്ങല്ലൂർ നഗരസഭയും തൃശൂർ ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ശൗചാലയ മാലിന്യ സംസ്കരണത്തിനായി 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മൊബൈൽ സെറ്റിംഗ് മാലിന്യ സംസ്കരണ യൂണിറ്റ് വാങ്ങിയത്. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. സമൂഹ നന്മ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നതെന്നും അതാണ് വർത്തമാനകാലത്തിൽ കേരള ജനത ഇതര സംസ്ഥാനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന മാതൃകയെന്നും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ. ശാന്തിപുരം മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുത്തഞ്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ ഇലക്കറി മേള നടത്തി. ഇലക്കറികളുടെ പ്രാധാന്യം, ഔഷധ ഗുണങ്ങൾ എന്നിവയെക്കുറിച്ച് ആയുർവേദ ഡോക്ടർ അനഘ ദേവരാജൻ കുട്ടികൾക്ക് വിശദീകരിച്ചു. മേളയിൽ ദശപുഷ്പങ്ങൾ, പത്തിലതോരൻ, മരുന്നുകഞ്ഞി എന്നിവ പരിചയപ്പെടുത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മാളാഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിൽ ദേശീയ പതാകയുടെ മാതൃക നിർമ്മിച്ചു. 4.5x3 മീറ്റർ വലിപ്പത്തിലാണ് പതാകയുടെ നിർമ്മാണം. ഉപയോഗശൂന്യമായ കുപ്പികളിൽ പതാകയുടെ നിറം കലർത്തിയ വെള്ളം നിറച്ചാണ് പതാകയുടെ മോഡൽ നിർമ്മിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSCB ഓഫീസിന് മുൻപിൽ കൂട്ടധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപനി ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള നടത്തി. വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന കായികമേള മുൻ ദേശീയ വോളിബോൾ താരം PC ഗോപിദാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.